നീനു മോഹൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, മാതൃഭൂമിയുടെ പ്രതിനിധിയാണ്. നീനു, താങ്കൾ നിൽക്കുന്നത് ഇപ്പോൾ ഏത് പ്രദേശത്താണ്? നിലവിലെ സാഹചര്യം അവിടെ ഇപ്പോൾ എങ്ങനെയാണ്? മന്ത്രി AK ശശീന്ദ്രൻ നമ്മളോട് പറഞ്ഞിരുന്നു, നിലവിലെ സാഹചര്യം അത് ഒരു ഊഹാപോഹം മാത്രമാണോ അതോ ഇത്രത്തോളം ഒരു ദുഷ്കരമായിട്ടുള്ള സാഹചര്യമാണോ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലൂടെ കൂടിയാണ് ഈ വയനാട് മുണ്ടക്കൈ ഭാഗവും ചൂരൽമല പ്രദേശങ്ങളൊക്കെ കടന്നു പോകുന്നത്. ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. നീനു നിൽക്കുന്ന പ്രദേശം എവിടെയാണ്? നിലവിലെ സാഹചര്യം എങ്ങനെയാണ് അവിടെ? ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് പോകേണ്ട പാലം തകർന്നിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് മുൻപിലുള്ള ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം മുണ്ടക്കൈ പ്രദേശവുമായിട്ട് നമുക്കുള്ള ഏക ബന്ധം, യാത്രാമാർഗം എന്ന് പറയുന്നത് ഈ പാലം വഴിയാണ്. ഈ പാലം തകർന്നതിനാൽ തന്നെ അപ്പുറത്ത് എന്താണ് ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു വിവരം നൽകാൻ പറ്റുന്നില്ല. പുലർച്ചെ 1 മണിയോട് കൂടിയിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. 2 മണിയോട് ചൂരൽമലയിലേക്ക് ഈ വിവരം എത്തുന്നത്. ഉടനെ തന്നെ ചൂരൽമല ഭാഗത്തുള്ള ടൗണിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ഉരുൾപൊട്ടി വന്ന ചളിയും വെള്ളവും കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ആളുകളെ ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ മാറ്റി മറ്റ് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം മാറ്റി താമസിച്ചിട്ടുണ്ട്. പക്ഷേ മുണ്ടക്കയിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് നമുക്ക് വിശ്വസനീയമായ ആധികാരികമായ ഒരു വസ്തുതയും ഇപ്പോൾ ഈ സമയം നമുക്ക് നൽകാൻ കഴിയില്ല. അതേസമയം ഇവിടെ കുറച്ചധികം ഒരു വലിയ വ്യാപ്തിയിലുള്ള ദുരന്തമാണ് ഉണ്ടായത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇവിടെ പ്രചരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ നിന്നുള്ള ആളുകളുടെ പലരെയും നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ പോലും സമയം കഴിയും തോറും വിളിച്ചിട്ട് കിട്ടാത്തൊരവസ്ഥയുണ്ട്. പലരും ആദ്യമെല്ലാം നമ്മളെല്ലാം ഫോണിൽ വിളിച്ചിട്ട് സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അവിടെ ചന്തക്കുന്നെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ട്. ആ ബംഗ്ലാവിൽ നിന്ന് സുരക്ഷിതരായിരിക്കുന്ന കുറേയധികം ആളുകൾ അവിടെ ഒത്തുചേർന്നതായിട്ടാണ് ഇപ്പോൾ നമുക്കുള്ളൊരു വിവരം. മുണ്ടക്കൈ ടൗണിലേക്ക് ഈ ഉരുൾപൊട്ടി വന്നിട്ടുണ്ടെന്നും ചളിയെല്ലാം കയറിയെന്ന് അറിയുന്നു. ഒരു വലിയ പുഴയിൽ നിന്ന് വിട്ടുമാറിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളം എത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടിയ വെള്ളം എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഉൾക്കൊള്ളുള്ള വിവരം. 3-4 പാടുകളെ ഇത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. 3-4 പാടുകളെ ഈ ഒരു ദുരന്തം ബാധിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ നമുക്ക് വിവരമുണ്ട്. നിലവിൽ ആശുപത്രിയിലുള്ളത് ചൂരൽമലയിൽ നിന്നുള്ള ആളുകളാണ്. അവരുടെ നില വലിയ ഗുരുതരാവസ്ഥയിൽ ആരുമില്ല. ചെറിയ അത്തരം അസുഖങ്ങളേ ഉള്ളൂ. അതൊരു 16 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. നീനു, നേരത്തെ ചൂരൽമലയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം ചൂരൽമല പ്രദേശത്താണ് നിന്നിരുന്നത്. പലരെയും നീനു സൂചിപ്പിച്ച പോലെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവരുടെ ആരുടെയും പരിക്ക് വലിയ ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. പക്ഷേ ഈ ചൂരൽമല പ്രദേശത്ത് ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ മരങ്ങളും അതുപോലെ തന്നെ മണ്ണുമൊക്കെ കുത്തിയൊലിച്ച് റോഡുകളിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം അവിടെ കാര്യമായിട്ട് ദുഷ്കരമാവുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ഈ പലരും വീടുകളിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. NDRFന്റെ പുതിയ കൂടുതൽ ടീം അംഗങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ രക്ഷാപ്രവർത്തകർക്ക് നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ ചൂരൽമല പ്രദേശത്തും അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. മുണ്ടക്കൈ ഭാഗത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ആരെയും രക്ഷപ്പെടുത്താനോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ഒരു ഗതാഗത മാർഗം പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണല്ലേ കാര്യങ്ങൾ പോയിരിക്കുന്നത് നീനു? അതെ, അതായത് ഈ മേഖലയിലേക്കുള്ള ഏക ഗതാഗത മാർഗം എന്ന് പറയുന്നത് ഈ ചുരൽമല മുണ്ടക്കൈ പാലം വഴിയാണ്. ഈ പാലം തകർന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ അപ്പുറത്തേക്ക് എത്താൻ എന്ത് ചെയ്യണം? കരസേനയുടെ സഹായം തേടണമെന്നും എയർ ലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ നമ്മളിപ്പോൾ പരിഗണിക്കുന്നുണ്ടെന്നാണ് ജനപ്രതിനിധികൾ തരുന്ന വിവരം. പക്ഷേ ഇവിടെ അതിശക്തമായ മഴയാണ്. മഴ ഇപ്പോൾ വീണ്ടും ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ തന്നെ ചുഴൽപൊട്ടലുകൾ ഉണ്ടാവുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പൊ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു ഭാഗം ചൂരൽമല ടൗണിൽ ഉൾപ്പെടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അപ്പം അത്രയും തീവ്രമായ മഴയാണ് ഈ മേഖലയിൽ തുടരുന്നത്. അതുകൊണ്ട് നമുക്ക് രക്ഷാപ്രവർത്തനം എത്രത്തോളം വേഗത്തിലാക്കാൻ പറ്റുമെന്നത് സംബന്ധിച്ച് ആശങ്കകളുണ്ട്. ചിലപ്പോൾ കൂടുതൽ വിദഗ്ധരായ ഒരു സംഘം ഇവിടേക്ക് എത്തേണ്ടി വരും. NDRF ഓൾറെഡി ഉണ്ട്. കൂടാതെ പ്രദേശവാസികളുടെ നേതൃത്വത്തിലും അല്ലാണ്ട് പോലീസും ഫയർഫോഴ്സും എല്ലാ സേനാ വിഭാഗങ്ങളും ഇവിടെയുണ്ട്. പക്ഷെ കൂടുതൽ വിദഗ്ധരുടെ ഒരു സേവനം ഇവിടെ ആവശ്യമായി വരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ശരി, നീനു മോഹൻ മാതൃഭൂമിയുടെ പ്രതിനിധിയാണ് നമുക്ക് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ